നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും ശരിയാകാത്തതുപോലെ, അല്ലെങ്കിൽ പടച്ചോനിൽ നിന്ന് നിങ്ങൾ ഒരുപാട് അകന്നു പോയതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പടച്ചോൻ ഒരിക്കലും നമ്മെ കൈവിടില്ല എന്ന വലിയ സത്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചാലും നമുക്ക് എങ്ങനെ അവനിലേക്ക് തിരിച്ചു നടക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒന്നും അനുഭവപ്പെടാത്ത ആ അവസ്ഥ നമുക്കറിയാം. വെറുമൊരു ശാരീരിക പ്രക്രിയ പോലെ മാത്രം അത് തോന്നുന്നുണ്ടാവും. ദുആ ചെയ്യുമ്പോൾ വെറും വാക്കുകൾ പറയുന്നത് പോലെ തോന്നുന്നു. ഒരു ഉപദേശം കേട്ടാൽ അത് ഹൃദയത്തിൽ തട്ടുന്നില്ല. വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എവിടെയോ ഒരു തടസ്സം അനുഭവപ്പെടുന്നു. എനിക്ക് അള്ളാഹിനോട് കൂടുതൽ അടുക്കണമായിരുന്നു, പക്ഷെ കഴിയുന്നില്ല എന്ന കുറ്റബോധം ഉള്ളിൽ വരുന്നു. ഞാനും ആ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും ഒരു പക്ഷേ ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. ഇതിനെയാണ് ലോ ഈമാൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു പരീക്ഷണമാണെന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജീവിതം ഒരു പരീക്ഷണമാണ്. ഓരോ സാഹചര്യവും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. നിങ്ങൾ എത്ര വേഗത്തിൽ അള്ളാഹുലേക്ക് മടങ്ങും? എത്ര വേഗത്തിൽ മാർഗനിർദ്ദേശത്തിനായി അവനോട് ചോദിക്കും? നിങ്ങളുടെ ആത്മാവ് എങ്ങനെയുള്ളതാണ്? ഈമാൻ കുറയുമ്പോൾ നിങ്ങൾ പാപങ്ങളിലേക്ക് മടങ്ങുകയാണോ, അതോ അള്ളാഹുലേക്ക് സഹായത്തിനായി കരയുമോ? ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്ത്രം പഴകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ ഈമാന് വിശ്വാസവും പഴകുമെന്ന്. അതിനാൽ നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം പുതുക്കിത്തരാൻ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഉടനെ എല്ലാം തികഞ്ഞവരാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഓർക്കുക, ഈമാൻ കുറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എത്രയും വേഗം മടങ്ങി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സത്യത്തിൽ അള്ളാഹു നമ്മളെ വിട്ടുപോയിട്ടില്ല, നമ്മളാണ് അകന്നുപോയത്. അള്ളാഹു എപ്പോഴും അവിടെ തന്നെയുണ്ട്. നമ്മളാണ് തഹജ്ജുദിന് എഴുന്നേൽക്കാത്തത്, നമ്മളാണ് അള്ളാഹുവിനോട് സംസാരിക്കാത്തത്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. അവൻ നിങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കും? നിങ്ങൾ അവനിലേക്ക് ഓടി നടന്നാൽ അവൻ നിങ്ങളിലേക്ക് 10 അടി വരും. നിങ്ങൾ അവനിലേക്ക് നടന്നു ചെന്നാൽ അവൻ നിങ്ങളിലേക്ക് ഓടി വരും. ഒരു ചെറിയ സുജൂദ് മതി ആ ബന്ധം വീണ്ടെടുക്കാൻ. അള്ളാഹുവിനോട് ആ സ്നേഹം തോന്നാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഓരോ രോമകൂപവും നിങ്ങൾ ജീവിക്കുന്ന വീടും എല്ലാം അവൻ കൃത്യമായി എഴുതി വെച്ചതാണ്. അള്ളാഹു പൂർണ്ണതയുള്ളവനാണ്. അവൻ നിങ്ങൾക്ക് നൽകിയ ജീവിതം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായതാണ്. ഒരു ഉമ്മയേക്കാൾ 99 മടങ്ങ് അധികം അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് 2 കണ്ണുകൾ, ചുണ്ടുകളും ചെവികളും തന്നു. ആയിരക്കണക്കിന് മുകുളങ്ങൾ അറിയുന്ന നാവ് തന്നു. ഇതൊന്നും അവൻ നൽകണമെന്ന് നിർബന്ധമില്ലായിരുന്നു, പക്ഷേ സ്നേഹം കൊണ്ട് നൽകിയതാണ്. അവൻ നമ്മുടെ കഴുത്തിലെ നരമ്പിനേക്കാൾ അടുത്തതാണ്. നിങ്ങൾ ഹൃദയം കൊണ്ട് യാ റബ്ബി എന്ന് വിളിച്ചാൽ മതി, അവൻ അത് കേൾക്കും. നമുക്കൊന്ന് സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര തവണ നമ്മൾ നമസ്കാരം വൈകിപ്പിച്ചു? ഖുർആനേക്കാൾ കൂടുതൽ സമയം ഫോണിന് നൽകി. സങ്കടം വരുമ്പോൾ പടച്ചോനോട് സംസാരിക്കുന്നതിന് പകരം ചിലപ്പോൾ പാട്ട് കേട്ടിട്ടുണ്ടാകും. ഇതൊന്നും നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല, മറിച്ച് ഉണർത്താനാണ്. നിങ്ങൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിലും അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് മാപ്പിരക്കുക. നിങ്ങളുടെ നഫ്സിനോടും പിശാചിനോടും പോരാടുക. അടുത്ത തവണ ഒരു തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ വേണ്ട എന്ന് വെക്കുക. 10ൽ 1 തവണയെങ്കിലും തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഒരിക്കലും ചൂഷണം ചെയ്യരുത്. അധ്വാനിക്കാൻ തയ്യാറാകണം. ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണെങ്കിലും നമുക്ക് മടങ്ങി വരാവുന്നതേ ഉള്ളൂ. എങ്ങനെ തിരിച്ചു വരാനുള്ള വഴികൾ എന്ന് നോക്കാം. 5 നേരവും പെട്ടെന്ന് കൃത്യമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് അള്ളാഹുമായിട്ടുള്ള സംസാരം പോലെ നിർവഹിക്കുക. അള്ളാഹു കേൾക്കുന്നുണ്ടെന്ന ഉറപ്പോടെ സംസാരിക്കുക. ഈ ചുമ്മാ നടക്കുമ്പോഴും അല്ലെങ്കിൽ വെറുതെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മളൊന്ന് പടച്ചോനോടായിട്ടൊന്ന് സംസാരിച്ചൊക്കെ. ഞാൻ അധികവും ചെയ്യുന്നൊരു കാര്യം അത്. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പടച്ചോനോടായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. റബ്ബേ അങ്ങനെ ഇങ്ങനെ എൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പടച്ചോനോട് എന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയ ഭയങ്കര ഒരു പവർഫുള്ളായൊരു മാറ്റമായിരിക്കും. നമുക്ക് തന്നെ നമ്മളെ ശരീരത്തിൽ അത് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. വലിയ മാറ്റങ്ങൾ വന്നതുപോലെ തോന്നും. ഒരു പേജെങ്കിലും ഡെയിലി ഖുർആൻ ഓതുക. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും മനസ്സിരുത്തിയിട്ട് എൻ്റെ റബ്ബിന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ട് ആ ഖുർആൻ ഓതിയാൽ ആ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് ഉപേക്ഷിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഡെയിലി പാട്ട് കേൾക്കുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പുകവലിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും മോശ സ്വഭാവം ഉണ്ടാവും. ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒന്നെങ്കിലും പടച്ചോനെ മനസ്സിൽ ഓർത്തിട്ട് ഒഴിവാക്കുക. അള്ളാഹുവിനായിട്ട് നമ്മൾ ആ ഒരു തെറ്റ് ഉപേക്ഷിച്ചാൽ അവൻ അതിനേക്കാൾ 10 ഇരട്ടി മികച്ച കാര്യങ്ങൾ നമുക്കായിട്ട് നൽകും. നമ്മൾ എത്രയൊക്കെ പാപങ്ങൾ ചെയ്താലും തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കും. മില്യൺ കണക്കിന് തവണ തെറ്റ് ചെയ്താലും അവനിലേക്ക് തിരിയുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല. അള്ളാഹു നിങ്ങളെ അവനിലേക്ക് വിളിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കുറ്റബോധം നിങ്ങൾ അള്ളാഹുവിനെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഒരു ദിവസം നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കും. അന്ന് നേരത്തെ മടങ്ങാമായിരുന്നു എന്ന് പറഞ്ഞ് ഖേദിക്കരുത്. ദുനിയാവ് യാഥാർത്ഥ്യമല്ല, ആഖിറമാണ് സത്യം. എല്ലാവർക്കും എൻ്റെ ഈ വാക്കുകൾ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.